പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നാം എല്ലാവരും പല വിധത്തിലും അസ്വസ്ഥരും ഉത്കണ്ഠാകുലരുമാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവനോടുകൂടെ നൽകാതിരിക്കുമോ എന്ന്. അപ്പോൾ നാം വെറുതെ ഉത്കണ്ഠാകുലരായിട്ട് യാതൊരു കാര്യവുമില്ല. കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാനാണ്. കാരണം അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 യോഹന്നാൻ 4:10 തിരുവചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം എന്ന്. പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം പല കാര്യങ്ങളിലും അസ്വസ്ഥരും ഉത്കണ്ഠാകുലരുമായി തീരുന്നത്. റോമ 5:8 തിരുവചനം പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു എന്ന്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശു തൻ്റെ ജീവൻ കുരിശിൽ നമുക്കായി ബലിയർപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നുവെങ്കിൽ യേശുവിന് സ്വന്തമായി മരിക്കണം. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അതിനാൽ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളതായി തീരണം. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും വേദനകളും രോഗങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായാലും യേശുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ പൗലോസ് ലീഗ ഉറപ്പു പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നാം താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തിക്കൊള്ളും. ഒന്നുകൊണ്ടും നാം ഉത്കണ്ഠാകുലരോ അസ്വസ്ഥരോ ആകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, നാം ദൈവത്തിൻ്റെ മക്കളുമാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.